US പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭാര്യ ജിൽ ബൈഡന്റെ ചിത്രവുമായി നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരസ്യ പ്രമോഷൻ. ഫൈറ്റ് 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 എന്ന പെർഫ്യൂം ബ്രാൻഡിന്റെ പ്രൊമോഷനു വേണ്ടിയാണ് ട്രംപ് ജില്ലിന്റെ ചിത്രം ഉപയോഗിച്ചത്. ഒരു പൊതുപരിപാടിക്കിടെ ജില്ല് ട്രംപിനെ നോക്കി നിൽക്കുന്നതാണ് ചിത്രം. നിങ്ങളുടെ ശത്രുക്കൾക്ക് പോലും തടുക്കാനാകാത്ത സുഗന്ധം എന്നാണ് പരസ്യ ക്യാപ്ഷനായി ട്രംപ് കുറിച്ചിരിക്കുന്നത്. ഡിസംബർ 7 പാരീസിലെ നോത്രദോം കത്തീഡ്രൽ തുറക്കുന്ന സമയത്ത് ജിൽ ബൈഡനുമായി ട്രംപ് സംസാരിക്കുന്നതാണ് ഫോട്ടോ. അതേസമയം ജിൽ ബൈഡന്റെ ചിത്രം ഉപയോഗിച്ചതിൽ ട്രംപിനെതിരെ കടുത്ത വിമർശനവും ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ രാഷ്ട്രീയ എതിരാളികളുടെ ചിത്രം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ലേ എന്ന ചോദ്യങ്ങളും ഉയരുകയാണ്. അതേസമയം തന്റെ തിരഞ്ഞെടുപ്പ് വിജയ സൂചകം എന്ന നിലയിലാണ് പെർഫ്യൂമിന് ഫൈറ്റ് 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 എന്ന പേര് നൽകിയതെന്നാണ് ട്രംപ് പറയുന്നത്. getTrumpFragrances.com എന്ന സൈറ്റിലൂടെയാണ് പെർഫ്യൂമിന്റെ വിൽപ്പന. പെർഫ്യൂം വിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണം ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കില്ലെന്നും കമ്പനിക്ക് രാഷ്ട്രീയമില്ലെന്നും വെബ്സൈറ്റ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടയിൽ ചിലർ ട്രംപിനിട്ട പണി കൊടുത്ത വാർത്തയും കേട്ടിരുന്നു. തിരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നത്. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് മടങ്ങിയെത്താൻ ഇനി 1 മാസത്തിൽ താഴെ മാത്രമാണ് സമയമുള്ളത്. ഇതിനിടെ പടിയിറങ്ങാനിരിക്കുന്ന നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ ചില പ്രഖ്യാപനങ്ങൾ ശരിക്കും പുതിയ പ്രസിഡന്റിനുള്ള പണിയാണെന്നാണ് ചില വിദഗ്ധർ പറയുന്നത്. രാജ്യത്തിന്റെ കാർബൺ ബഹിർഗമനവുമായി ബന്ധപ്പെട്ടതാണ് പുതിയ പ്രഖ്യാപനങ്ങൾ. 2035ഓടെ US-ന്റെ കാർബൺ പുറന്തള്ളൽ 61% കുറയ്ക്കുമെന്നാണ് പുതിയ പ്രഖ്യാപനം. കൃത്യമായി പറഞ്ഞാൽ 2035ഓടെ ഹരിതഗൃഹ ഉദ്വമനം 2005-ലെ നിലയേക്കാൾ 61% മുതൽ 66% വരെ കുറയ്ക്കുക എന്ന ധീരമായ പുതിയ ലക്ഷ്യം ബൈഡൻ മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നർത്ഥം. പടിയിറക്കത്തിന് തൊട്ടു മുൻപെയാണ് ഈ നീക്കം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. US നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്ന പാരീസ് ഉടമ്പടിക്ക് കീഴിലുള്ള പുതിയ പ്രതിജ്ഞയാണിത്. ട്രംപ് തന്റെ ആദ്യ ടേമിൽ സമാന വ്യവസ്ഥകളിൽ നിന്ന് പിന്മാറ്റം പ്രഖ്യാപിച്ചിരുന്നു. ഇത്തവണയും ചരിത്രം ആവർത്തിക്കപ്പെടുമോ എന്ന ആകാംക്ഷയിലാണ് പലരും പ്രസിഡന്റ് ബൈഡന്റെ കാലാവസ്ഥ നയങ്ങൾ ട്രംപ് പഴയപടിയാക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ പാരീസ് ഉടമ്പടിയും ഉദ്വമനം കുറയ്ക്കുന്നതിനുള്ള നിലവിലെ പല നയങ്ങളും അടിമുടി ഉടച്ചു വാർക്കപ്പെട്ടേക്കാം. പ്രസിഡന്റ് ട്രംപിന്റെ 2ാം ടേം അജണ്ടയിൽ കാലാവസ്ഥാ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ട്. US-ന്റെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കുക, ലോകത്തെ 1ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി രാജ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നതാകും ബിസിനസ്സുകരമായ ട്രംപിന്റെ ലക്ഷ്യങ്ങൾ എന്നും കരുതപ്പെടുന്നുണ്ട്. ട്രംപ് ഭരണത്തിനു കീഴിൽ US എണ്ണ കമ്പനികൾ വൻ വളർച്ച തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. കൂടുതൽ ഉൽപാദനവും പര്യവേഷണങ്ങളും പ്രതീക്ഷിക്കപ്പെടുന്നു. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കലവറയാണ് US. ഇത് പരമാവധി ചൂഷണം ചെയ്യപ്പെടുമെന്നും കരുതാം. ട്രംപിന്റെ ട്രാൻസിഷൻ ടീം ഇലക്ട്രിക് വാഹനങ്ങൾ, ടെയിൽ പൈപ്പ് എമിഷൻ എന്നിവയെക്കുറിച്ചുള്ള US നയത്തിൽ സമൂലമായ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുന്നുവെന്നാണ് വിവരം. പ്രസിഡന്റ് ക്യാമ്പയിനിടെ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭ്രാന്തൻ EV മാൻഡേറ്റിനെ ട്രംപ് ആവർത്തിച്ച് ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു.